ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കൂട്ട് മെഴുക്ക് പുരട്ടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഒരു കൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. കൂട്ട് മെഴുക്ക് പുരട്ടിക്ക് ആദ്യമായിട്ട് ഞാൻ പാൻ ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയെ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ഉഴുന്ന് പരിപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 10 അല്ലി ചുമന്നുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 പച്ചമുളക്, ഇതിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. ചതച്ച് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇതൊന്ന് വാടി വരണം, ഒന്ന് മൂത്ത് ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതിനെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല കറിവേപ്പില, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പച്ചക്കറികളൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് 3 തരം വെജിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞ പൊട്ടറ്റോയും ക്യാരറ്റും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേവുള്ള വെജിറ്റബിൾസ് ഞാൻ ആദ്യം ആഡ് ചെയ്തതേ ഉള്ളൂ. പൊട്ടറ്റോയും ക്യാരറ്റിനും കുറച്ച് വേവുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ പടവലങ്ങയാണ്, അത് എളുപ്പം വെന്തോളും. ഇനി നമുക്ക് ഞാൻ ചതച്ച ഉള്ളിയൊക്കെ ചതച്ച മിക്സി കഴുകി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ വേണ്ടി ആ വെള്ളവും ഒക്കെ ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിള വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മീഡിയം തീ ആക്കണം. തീ ആക്കിയിട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും 1/4 വേവാവുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റായി. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, നമ്മൾ ഒഴിച്ച ആ വെള്ളമൊക്കെ വറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ വെന്ത് മാഷായി പോകരുത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു പടവലങ്ങ, നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞ ഒരു പടവലങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. പടവലങ്ങ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എളുപ്പം വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ട് മെഴുക്ക് പുരട്ടി റെഡിയാകും. അപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇതിനെ നമുക്ക് തട്ടിപ്പൊത്തി ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടണമെങ്കിൽ മാഷായി പോകരുത്. അതാണ് ഈ മെഴുക്കുപുരട്ടിയുടെ പ്രത്യേകത. അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും പടവലങ്ങയും എല്ലാം കൂടെ ചേർത്ത് ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താൽ മാത്രം മതി. ചോറിൻ്റെ കൂടെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ എല്ലാ സപ്പോർട്ടും തരിക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ.